ഹായ് നമസ്കാരം. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഒരുപാട് പ്രസിദ്ധമായ ഒരു ടൂറിസം സ്പോട്ടാണിത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുള്ള ഒരു ചെറിയ ചായക്കടയിലാണ്. ഈ ചായക്കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കേവലം ഒരു ചായക്കട മാത്രമൊന്നുമല്ല. എൻ്റെ പുറകിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന തേന് കൊണ്ടുള്ള നെല്ലിക്കയും അങ്ങനെ പോലുള്ള ഒരുപാട് സംഗതികൾ നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ ഒപ്പം എൻ്റെ കസിൻസ് ഹാഷിമും ഹാഫിസും സാദിഖാണുള്ളത്. ഞങ്ങളിപ്പോൾ ഈ ചായക്കടയിൽ കയറിയിട്ട് ചെറിയൊരു കട്ടൻ ചായ കുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഒരുപാട് നല്ല കാഴ്ചകൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് എതിർവശത്ത് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാൽ ആദ്യം കാണുന്ന വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ സാധിക്കും. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് അപകടം പിടിച്ച വെള്ളച്ചാട്ടമാണ്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു ടീമായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ കാണിക്കാറുള്ള ആവേശം ഇവിടെ കുറച്ച് കുറക്കണം. ഇവിടെ ഒരുപാട് ഗൈഡുമാരുണ്ടാകും വെള്ളച്ചാട്ടത്തിലേക്ക് മുകളിലേക്ക് പോകും തോറും. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശേഷം മാത്രമേ ഇറങ്ങാൻ, അതുപോലെ കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങൾ. മഴക്കാലത്താണെങ്കിൽ തീരെ കുളിക്കാൻ ഇറങ്ങാൻ സാധിക്കില്ല. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പേര് മരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ആൾക്ക് ഏകദേശം 30 രൂപയാണ് ടിക്കറ്റ് എടുത്തിട്ട് മുമ്പോട്ട് നമുക്ക് പോകാം. നല്ല സുന്ദരമായി തന്നെ വഴികളിലൊക്കെ കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതുപോലെ നവംബർ മുതൽ മെയ് മാസം വരെ നമുക്ക് ഈ തൊമ്മൻകുത്ത് നമുക്കിപ്പോൾ പോകാവുന്ന സ്ഥലത്തിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോകാൻ സാധിക്കും. അതിന് ഏകദേശം 1 ഡേ ട്രക്കിങ്ങിന് 1500 രൂപയും ഹാഫ് ഡേ ട്രക്കിങ്ങിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഒരുപാട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ സെൻ്റർ ഉണ്ട്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ പലവിധ രൂപങ്ങളും അതുപോലെ മാപ്പുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ ഇവിടെയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കൂടി സന്ദർശിച്ചിട്ട് പോകാവുന്നതാണ്. കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ആർത്തലച്ചൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ഒന്നിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇപ്പോൾ ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൽ കയറിയപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ട്രക്കിങ്ങിന് വരണം. ഇപ്പോൾ നമുക്ക് ശരിക്കും പുഴ കടക്കാൻ സാധിക്കില്ല. പുഴ കടന്നു പോയി കഴിഞ്ഞാൽ 4 വെള്ളച്ചാട്ടങ്ങൾ വേറെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗുഹകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുഴ കടക്കുമ്പോൾ മുമ്പ് ഇവിടെ മരിച്ച ഒരു ആദിവാസിയായിരുന്നു തുമ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് തൊമ്മൻകുത്ത് എന്ന് പിന്നീട് ഈ പേര് തന്നെ വെള്ളച്ചാട്ടത്തിന് കിട്ടിയത്. ഒരുപാട് നമുക്ക് അട്രാക്ട് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. കാടിൻ്റെയും വെള്ളച്ചാട്ടങ്ങളുടെ എല്ലാം വളരെ നല്ല കാഴ്ചകളാണ് തൊമ്മൻകുത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അടിപൊളി കാഴ്ചകളാണ് ഉള്ളത്. വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കൂടെ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനും സാധിക്കും. സൂപ്പർ കാഴ്ചകളാണുള്ളത്. നടന്ന് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിലാണ് ഏറുമാടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ പറ്റും.
വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലുള്ള ചെറിയ ഹട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാം, കുറച്ച് സംസാരിച്ചിരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇവിടെ ചെറിയൊരു തീക്കനലൊക്കെ വെച്ച് ചൂടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ തണുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തീ കായൊക്കെ ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ തൊമ്മൻകുത്തിലെ പ്രധാനപ്പെട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അടിപൊളി വെള്ളച്ചാട്ടമാണ്, നല്ല ശബ്ദത്തോടുകൂടി ഒഴുകാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട വെള്ളച്ചാട്ടത്തിന് ഒരു വശത്തായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല കാഴ്ചയുണ്ടോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചുകൂടി അടുത്തുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പൊക്കെ ആയിട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ് തൊമ്മൻകുത്ത്. എല്ലാവർക്കും ഇഷ്ടം, ഏത് പ്രായക്കാർക്കും വരാം. പുഴയിലിറങ്ങുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യധികം സുന്ദരമാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. വൈകുന്നേരം 5 മണി വരെയാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. നല്ല അനുഭവം സമ്മാനിക്കുന്ന സ്ഥലമാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. അതുകൂടാതെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ കാണുന്ന വെള്ളച്ചാട്ടത്തിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഒരു ദിവസം മുഴുവനായിട്ടുള്ള ട്രക്കിംഗ് ആയിരിക്കും. ഇവിടുന്ന് ഗൈഡും എല്ലാം ഉണ്ടാകും. ഏകദേശം 4 വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് കാഴ്ചകളും കാണാനുണ്ടാകും. അപ്പോൾ അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക കൂടി ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.